കോതമംഗലം പ്ലാച്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു. പരുക്കേറ്റ ആന കിണറിന്റെ ചുവരുകൾ ഇടിച്ച് സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് നാട്ടുകാരുടെ നിലപാട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരുമായി ചർച്ച നടത്തുകയാണ്. കോതമംഗലത്ത് നിന്ന് വിനീത വിജി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഇപ്പോൾ എന്താണ് പുതുതായി നൽകാൻ കഴിയുന്ന വിവരം? വേണു, നമ്മളിപ്പോഴും ആ കിണറിന് സമീപം തന്നെയാണുള്ളത്. ആന ഇപ്പോഴും കിണറിനുള്ളിലാണുള്ളത്. ഇടയ്ക്കൊക്കെ അത് സ്വയം പുറത്തേക്ക് കടക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ അത് ആനയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. മറുവശത്ത് നാട്ടുകാർ ചില ആവശ്യങ്ങൾ മുന്നിട്ട് വച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരടക്കം അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ചർച്ച അല്പസമയം മുൻപ് നടന്നിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഈ ആനപ്പേടി കൂടാതെ ഈ മേഖലയിൽ കഴിയണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ വെള്ളത്തിൽ കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്ന ഈ കൊമ്പനടക്കം ഇവിടെയുള്ള പ്രധാന പ്രശ്നക്കാരിൽ ഒരാളെന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. ഇന്നലെ പുലർച്ചയോടുകൂടിയും ഈ ആനകൾ ഇങ്ങനെ കൂട്ടമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് 2 മണിയോടുകൂടി എത്തിയ ഈ ആനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരാനയാകാം ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ കൊമ്പനാകാം ഈ വെള്ളത്തിലേക്ക് വീണിട്ടുണ്ടാവുക എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അതിൽപ്പെട്ടൊരു കൊമ്പനാണ് ഇപ്പോൾ ഈ വീണ് കിടക്കുന്നത്. ഈ കൊമ്പൻ ഈ ഓട്ടിച്ച ആളുകളൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് അവരൊക്കെ ഈ കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും അവർ പറയുന്നത് ഈ ആനയെ ഇവിടെ തുറന്നുവിടാൻ കഴിയില്ല എന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വെള്ളം അത് ഈ കിണറാണ്, ഇത് ശുചീകരിച്ച് നൽകേണ്ടതായിട്ടുണ്ട്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കിണറാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പരിഹാരം വേണമെന്ന കാര്യം ഉൾപ്പെടെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുവശത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും ഒക്കെ ഉണ്ട്. ഈ ആനയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമം അത് ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. JCB കൊണ്ട് വന്ന് ഈ മണ്ണ് നീക്കി ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആനയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഈ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കൊന്നും അത് കാത്തു നിൽക്കുന്നില്ല. സ്വയം രക്ഷപ്പെടാനുള്ളൊരു ശ്രമമാണ് ആന നടത്തുന്നത്. പുലർച്ചയോടുകൂടി കാരണം ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നതാണ്. രാവിലെ നമ്മൾ എത്തിയപ്പോഴൊക്കെ ഈ വെള്ളത്തിന്റെ ഒരു വശത്ത് ഇങ്ങനെ ഒതുങ്ങിക്കിടക്കുകയായിരുന്നു. പക്ഷേ മണിക്കൂറുകളായിട്ടും ഒരുപക്ഷെ പുറത്തു കിടക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകണം സ്വയം രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിലേക്ക് ആന എത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ ഒരു മൺതിട്ട അത് ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് അതിന്റെ ഒരു അടയാളമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ ഒരു ഭാഗമാണ്. ഇടയ്ക്ക് പിൻകാലുകൊണ്ട് കൂടുതൽ ശക്തമായി അതിനെ ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് ആ മുകളിലേക്കുള്ള തിട്ടകൾ ഇളക്കിയിടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇരുവശത്തുമുള്ളത് ഈ കരിങ്കല്ലാണ്. ആ കരിങ്കൽ ഭിത്തി ഒരുപക്ഷെ അത്ര എളുപ്പത്തിൽ ആനയെ സംബന്ധിച്ചിടത്തോളം ആ വെട്ടുകളിലൊക്കെ പൊട്ടിച്ചിടാൻ കഴിയില്ല. അതിനൊരു മറുവശത്തേക്ക് നോക്കുമ്പോൾ കരിങ്കല്ലുണ്ട്. ഇതൊക്കെ തന്നെ ആന വിചാരിച്ചാൽ ഒരുപക്ഷെ അതിനെ ആ തിട്ട വിസ്തൃതി ഉണ്ടാക്കാൻ കഴിയില്ല. എങ്കിൽ പോലും അതിന്റെ പരമാവധി ശ്രമിക്കുന്നുവെന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ അങ്ങനെ കൂടുതൽ ശക്തമായി ഇടിച്ചതുകൊണ്ടാകണം അതിന്റെ ആ മസ്തകത്തിലും ഒപ്പം തന്നെ അതിന്റെ ആ തലയുടെ പിൻഭാഗത്തുമൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ മുറിവേറ്റിട്ടുണ്ട്. കാലിലും സമാന രീതിയിൽ ഒരു മുറിവുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരല്പസമയം ഇപ്പോൾ ആ വെള്ളത്തിന്റെ നടുഭാഗത്തായി ഇങ്ങനെ കിടക്കുകയാണ്. വീണ്ടും ആ നേരത്തെ നമ്മൾ കണ്ട ആ ഭാഗത്തേക്ക്, അതായത് രക്ഷപ്പെടാൻ ശ്രമിച്ച ആ ഭാഗത്തേക്ക് അത് വീണ്ടും പോവുകയാണ്. കൂടുതൽ ശക്തമായി ഒരുപക്ഷെ പുറത്തേക്ക് കടക്കാനുള്ള വീണ്ടും വെള്ളത്തിലേക്ക് മറിഞ്ഞു കിടക്കുന്നു. ഇങ്ങനെ ആന ഈ വെള്ളത്തിനുള്ളിൽ കിടന്ന് അതിന്റെ ഒരു പരാക്രമം തുടരുകയാണ്. എങ്ങനെയെങ്കിലും പുറത്തെത്താനുള്ള അതിന്റെ ഒരു പരിശ്രമം ഈ വെള്ളത്തിൽ തുടങ്ങുന്നുമുണ്ട്. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ ഈ ആനയെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, കോതമംഗലം പ്ലാച്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാന പുറത്തേക്ക് കടക്കാനുള്ള പരിശ്രമം തുടരുകയാണ്. വിനിത വിജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.